ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു CSCP ഗൈഡ്. അപ്പോൾ നമ്മുടെ അസിസ്റ്റൻറ്റ് മാനേജർ കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ബാങ്കിൻ്റെ സിലബസ് PSCയിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമുക്കൊന്ന് നോക്കാം. അപ്പോൾ അതിൽ ഫസ്റ്റ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ നമ്മുടെ സബ്ജക്റ്റ് റിലേറ്റഡുള്ള കാര്യങ്ങളൊന്നും അല്ല, നമുക്ക് നോർമൽ GK ആണ്. അല്ലാതെ നമ്മുടെ കോർപ്പറേഷനോ അക്കൗണ്ട്സോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അല്ല നമുക്ക് സിലബസിൽ വന്നിരിക്കുന്നത്. ഇതിൽ വന്നിരിക്കുന്നത് ജനറൽ നോളജ്, കറണ്ട് അഫയേഴ്സ്, മാത്സ്, ഇംഗ്ലീഷ്, റീജിയണൽ ലാംഗ്വേജ് ആണ്. അതിൽ തന്നെ ജനറൽ നോളജ്, ഹിസ്റ്ററി, ജോഗ്രഫി, എക്കണോമിക്സ്, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, കേരള ഗവേണൻസ് ആൻഡ് സിസ്റ്റം ഓഫ് അഡ്മിനിസ്ട്രേഷൻ, ലൈഫ് സയൻസ് ആൻഡ് പബ്ലിക് ഹെൽത്ത്, ഫിസിക്സ്, കെമിസ്ട്രി, ആർട്സ്, ലിറ്ററേച്ചർ, കൾച്ചർ, സ്പോർട്സ്, ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ, ഇമ്പോർട്ടൻറ്റ് ആക്ട്സ്. അപ്പോൾ ഇത്രയാണ് GKയിൽ വരുന്നത്. നമുക്ക് മെയിനായിട്ട് പഠിക്കേണ്ട കറണ്ട് അഫയേഴ്സ് ആണ്. കറണ്ട് അഫയേഴ്സ് നമുക്ക് 15 മാർക്കിനാണ് വരുന്നത്. അപ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ടത് എന്തിനാണ്? കറണ്ട് അഫയേഴ്സിനാണ്. അതുപോലെ മാത്സ്, ഇംഗ്ലീഷ്, റീജിയണൽ ലാംഗ്വേജ് അതിന് 3-നും 10 മാർക്ക് വെച്ചിട്ടാണ് വരുന്നത്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക, നമ്മുടെ സബ്ജക്റ്റ് റിലേറ്റഡുള്ള കാര്യങ്ങളെല്ലാം നോർമൽ PSCക്ക് പഠിക്കേണ്ട ഹിസ്റ്ററിയും കാര്യങ്ങളും ഒക്കെ തന്നെയാണ്. ഇനി അത് ഓരോന്നായിട്ട് എന്തൊക്കെയാണെന്ന് നോക്കാം. ജനറൽ നോളജിൽ നമുക്ക് ഹിസ്റ്ററി വരുന്നുണ്ട്. ഹിസ്റ്ററി കേരള, ഇന്ത്യ, അതുപോലെ വേൾഡ് വരുന്നുണ്ട്. അതിൽ കേരള നമ്മൾ നോക്കുമ്പം അറൈവൽ ഓഫ് യൂറോപ്യന്മാർ, അതായത് യൂറോപ്യന്മാരുടെ ആഗമനവും അതിനുശേഷം ഉണ്ടായിട്ടുള്ള അവരുടെ കോൺട്രിബ്യൂഷൻസും, നമ്മുടെ ഹിസ്റ്ററി ഓഫ് ട്രാവൻകൂർ ആൻഡ് മാർത്താണ്ഡവർമ്മ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ പഠിക്കണം. അതുപോലെ കേരള രൂപീകരിച്ച 1956 ശേഷമുള്ള കാര്യങ്ങളും എല്ലാം നമ്മൾ പഠിക്കണം. ഇനി ഇന്ത്യയിലേക്ക് വരുമ്പോൾ, ഇന്ത്യൻ ഹിസ്റ്ററിയിലേക്ക് വരുമ്പോഴും പൊളിറ്റിക്കൽ ഹിസ്റ്ററി, എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് ബ്രിട്ടീഷ്, ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ്, ഫോർമേഷൻ ഓഫ് INC, സ്വദേശി മൂവ്മെൻറ്റ്, സോഷ്യൽ റിഫോം മൂവ്മെൻറ്റ്, ന്യൂസ് പേപ്പേഴ്സ്, ലിറ്ററേച്ചർ ആൻഡ് ആർട്സ് ഡ്യൂറിങ് ദ ഫ്രീഡം സ്ട്രഗിൾ, ഇൻഡിപെൻഡൻസ് മൂവ്മെൻറ്റ് ആൻഡ് മഹാത്മാഗാന്ധി, ഇന്ത്യസ് ഇൻഡിപെൻഡൻറ്റ്, പോസ്റ്റ് ഇൻഡിപെൻഡൻറ്റ് പീരീഡ്, സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ. അപ്പോൾ നമുക്ക് ഹിസ്റ്ററി എന്ന് പറയുമ്പോൾ ഫുൾ കാര്യങ്ങളും നമ്മൾ പഠിക്കണം. ഈ കേരള, ഇന്ത്യ, അതുപോലെ തന്നെ വേൾഡ് ഹിസ്റ്ററിയും വരുന്നുണ്ട്. ഇതിൽ നിന്ന് എല്ലാത്തിനും നമുക്ക് 5 മാർക്കാണ് വരുന്നത്. ഇനി വേൾഡ് ഹിസ്റ്ററി വരുമ്പം ഗ്രേറ്റ് റവല്യൂഷൻ ഇൻ ഇംഗ്ലണ്ട്, അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ്, ഫ്രഞ്ച് റവല്യൂഷൻ, റഷ്യൻ റവല്യൂഷൻ, ചൈനീസ് റവല്യൂഷൻ, പൊളിറ്റിക്കൽ ഹിസ്റ്ററി ആഫ്റ്റർ സെക്കൻഡ് വേൾഡ് വാർ, UNO ആൻഡ് അതർ ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻസ്. അപ്പോൾ അതെല്ലാം വേൾഡ് ഹിസ്റ്ററിയിൽ വരുന്നു. ഇതിനെല്ലാം കൂടെ ചേർത്തിട്ടാണ് 5 മാർക്ക് വരുന്നത്. ഇനി വരുന്നത് ജോഗ്രഫിയാണ്. അതിൽ നിന്നും നമുക്ക് 5 മാർക്കാണ്. അപ്പോൾ അതിൽ ബേസിക്സ് ഓഫ് ജോഗ്രഫി എല്ലാ കാര്യങ്ങളും, അതായത് എർത്ത് സ്ട്രക്ചർ വരും, അറ്റ്മോസ്ഫിയർ, അതുപോലെ ടെമ്പറേച്ചറും സീസണും കാര്യങ്ങൾ, ഗ്ലോബൽ ഇഷ്യൂസ്, ഗ്ലോബൽ വാർമിംഗ്, വേരിയസ് ഫോംസ് ഓഫ് പൊല്യൂഷൻ, മാപ്പുകൾ വരുന്നുണ്ട്. മാപ്പൊക്കെ നമുക്കിപ്പം എക്സാമിന് റീസെൻ്റായിട്ട് കൂടുതൽ അതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് നമ്മൾ ചോദിച്ച് കാണുന്നുണ്ട്. അതുപോലെ ടോപ്പോഗ്രാഫിക് മാപ്പ് ആൻഡ് സയൻസ്, റിമോട്ട് സെൻസിങ്, ജിയോഗ്രാഫിക് ഇൻഫർമേഷൻ സിസ്റ്റം, ഓഷ്യൻസ് ആൻഡ് ഇറ്റ്സ് വേരിയസ് മൂവ്മെൻറ്റ്സ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാമാണ് ജോഗ്രഫിയിൽ വരുന്നത്. അതിൽ തന്നെ നമ്മുടെ ഇന്ത്യയിലെയും കേരളത്തിൻ്റെയും ജോഗ്രഫി വരുന്നുണ്ട്. അതായത് അത് രണ്ടിലെയും സ്ട്രക്ചർ എങ്ങനെയാണെന്നുള്ളത്. ഇന്ത്യയിൽ ഫിസിയോഗ്രാഫി എങ്ങനെയാണ്? സ്റ്റേറ്റ്സ് ആൻഡ് ഇറ്റ്സ് ഫീച്ചേഴ്സ്, മൗണ്ടൻ റീജിയൻ, റിവേഴ്സ്, നോർത്തേൺ ഗ്രേറ്റ് പ്ലെയിൻ, പെൻസുലർ പ്ലേറ്റ്യൂ, കോസ്റ്റൽ പ്ലെയിൻ, ക്ലൈമറ്റ്, നാച്ചുറൽ വെജിറ്റേഷൻ, അഗ്രികൾച്ചർ, മിനറൽസ് ആൻഡ് ഇൻഡസ്ട്രീസ്. അതായത് നമ്മുടെ മണ്ണിനെ പറ്റി പല രീതിയിലുള്ള മണ്ണുകളുണ്ട്, അതിനെപ്പറ്റി പഠിക്കണം. നമ്മുടെ ഹിമാലയം, അങ്ങനെയുള്ള മൗണ്ടെയ്ൻസിനെ പറ്റി പഠിക്കണം, നദികൾ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇന്ത്യയുടെ ജോഗ്രഫിയിൽ വരുന്നുണ്ട്. ഇനി കേരള ജോഗ്രഫിയിൽ വരുമ്പോഴും അതുപോലെ ഓരോ ജില്ലകളുടെയും അടിസ്ഥാനപ്പെടുത്തി അതിൻ്റെ നദികളുടെയും നമ്മുടെ ക്ലൈമറ്റിൻ്റെയും നാച്ചുറൽ, അതായത് ഇടനാട്, മലനാട്, അങ്ങനെയൊക്കെ നമ്മൾ കേരളത്തിനെ ജോഗ്രഫി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ പഠിക്കണം. അതുപോലെ നമ്മുടെ അഗ്രികൾച്ചർ ആൻഡ് റിസർച്ച് സെൻറ്റേഴ്സ് ഉണ്ട് കുറേ, അപ്പോൾ അത് പഠിക്കണം. ഇനി എനർജി സോഴ്സസ്, ട്രാൻസ്പോർട്ട് സിസ്റ്റം, റോഡ്, വാട്ടർ, റെയിൽവേ, എയർ, അങ്ങനെ എല്ലാ കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യണം? അതും പഠിക്കണം. ഇനി എക്കണോമിക്സിൽ നിന്ന് നമുക്ക് 5 മാർക്കാണ്. അതിൽ എക്കണോമിയിൽ വരുമ്പം എക്കണോമി 5 ഇയർ പ്ലാൻസ് ആണ് ഇമ്പോർട്ടൻറ്റ്. നമ്മൾ 5 ഇയർ പ്ലാൻസ് ഒക്കെ നോക്കണം. അതുപോലെ ന്യൂ എക്കണോമിക് റിഫോംസ്, പ്ലാനിംഗ് കമ്മീഷൻ, നീതി ആയോഗ്, ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ഈ നീതി ആയോഗിൽ നിന്നൊക്കെ നമുക്ക് ചോദ്യം സ്ഥിരം വരാറുള്ളതാണ്. ഇനി അഗ്രികൾച്ചർ, മേജർ ക്രോപ്സ്, ഗ്രീൻ റവല്യൂഷൻ, മിനറൽസ്, ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് ടാക്സസ് ഇൻ ഇന്ത്യ, നമ്മുടെ GSTയും ടാക്സും അത് കാര്യങ്ങൾ. അതുപോലെ റാഷണൽ ആൻഡ് സ്ട്രക്ചർ ഓഫ് GSTയുടെ കാര്യങ്ങളൊക്കെ ഇപ്പോൾ പുതിയതായിട്ട് വന്നതാണ്. അപ്പോൾ അതിനെപ്പറ്റിയെല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. പിന്നെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. അതിൽ നിന്ന് എന്തായാലും നമുക്ക് ചോദിക്കും. അപ്പോൾ അതിൽ നിന്ന് 5 മാർക്കാണ് പറയുന്നത്.
അതെന്തൊക്കെയാണെന്ന് വെച്ചാൽ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി, പ്രിയാമ്പിൾ, സിറ്റിസൺഷിപ്പ്, ഫണ്ടമെൻ്റൽ റൈറ്റ്സ് എന്തൊക്കെയാണ്, നമ്മുടെ റിട്ട് ഏതൊക്കെയാണ്, ഹേബിയസ് കോർപ്പസ്, മാൻഡമസ്, അങ്ങനെയുള്ള റിട്ടുകളെക്കുറിച്ച് പഠിക്കണം. അതുപോലെ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ്, സ്റ്റേറ്റ് പോളിസി, അതുപോലെ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ്. പിന്നെ നമുക്ക് കുറേ ഇമ്പോർട്ടൻറ്റ് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻ്റ് ഉണ്ട്. 42, 44 തൊട്ട് 104 വരെ. ആ പറയുന്ന ഇത്രയും അമെൻമെൻറ്റ്സും ഇമ്പോർട്ടൻ്റ് ആണ്. ഇതൊക്കെ നമുക്ക് ചോദ്യം വരാം. ഇനി CAG, അറ്റോർണി ജനറൽ, അഡ്വക്കേറ്റ് ജനറൽ, ഇലക്ഷൻ കമ്മീഷൻ, സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ, യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ, അങ്ങനെയുള്ള കുറേ കമ്മീഷൻ കാര്യങ്ങളും. ഇനി GST കൗൺസിൽ, യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറൻറ്റ് ലിസ്റ്റ്. ഈ ലിസ്റ്റുകളൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കണം. ഇനി നമുക്ക് 10 മാർക്കിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു സെക്ഷനാണ് കേരള ഗവേൺസ് ആൻഡ് സിസ്റ്റം ഓഫ് അഡ്മിനിസ്ട്രേഷൻ. കേരള സ്റ്റേറ്റ് സിവിൽ സർവീസ്, കാസി ജുഡിക്കൽ ബോഡീസ്, വേരിയസ് കമ്മീഷൻസ്, ബേസിക് ഫാക്ട്സ് ഓഫ് സോഷ്യോ എക്കണോമിക് ഡെവലപ്മെൻറ്റ്, പ്ലാനിംഗ് ബോർഡ്, കൊമേഴ്ഷ്യൽ പ്ലാനിംഗ് ആൻഡ് പോളിസീസ്, ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ്, വാട്ടർഷെഡ് മാനേജ്മെൻറ്റ്, എംപ്ലോയ്മെൻറ്റ് ആൻഡ് ലേബർ, നാഷണൽ റൂറൽ എംപ്ലോയ്മെൻറ്റ് പ്രോഗ്രാംസ്, ലാൻഡ് റിഫോംസ്, സോഷ്യൽ വെൽഫെയർ ആൻഡ് സെക്യൂരിറ്റി, പ്രൊട്ടക്ഷൻ ഓഫ് വുമൺ, ചിൽഡ്രൻ ആൻഡ് സീനിയർ സിറ്റിസൺ, പോപ്പുലേഷൻ ലിറ്ററസി. നമ്മൾ അങ്ങനെ കേരള ഗവേൺസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു 10 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവുമെന്നാണ് പറയുന്നത്. അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ്, 10 മാർക്കാണത്. അതും ശ്രദ്ധിക്കണം. ഇനി പറയുന്നത് ലൈഫ് സയൻസ് ആൻഡ് പബ്ലിക് ഹെൽത്ത്. അതിൽ നിന്ന് നമുക്ക് 6 മാർക്കാണ്. ബേസിക് ഫാക്ട്സ് ഓഫ് ഹ്യൂമൻ ബോഡി പഠിക്കണം. അതുപോലെ വിറ്റാമിൻസും മിനറൽസും, നമ്മുടെ വിറ്റാമിനുകൾ കൊണ്ട് ഉള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ്, അതില്ലാതെ വന്നു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന രോഗങ്ങൾ ഏതൊക്കെയാണ്, ഏത് ഫുഡിൽ നിന്നാണ് നമുക്ക് ഓരോ വിറ്റാമിൻസ് കിട്ടുക. അപ്പോൾ അങ്ങനെയുള്ള വിറ്റാമിനുകൾ പല രീതിയിലുണ്ട്. അതിനെക്കുറിച്ചുകളെല്ലാം പഠിക്കണം. ഇനി നമുക്ക് ഫിസിക്സാണ് പഠിക്കാനുള്ളത്. ഫിസിക്സിൽ ബ്രാഞ്ചസ് ഓഫ് ഫിസിക്സ്, മാറ്റർ, യൂണിറ്റ്, മെഷർമെൻറ്റ്, അതുപോലെ മോഷൻ, അതുപോലെ ഓരോ ന്യൂട്ടൺസ് ലോ ഓഫ് മോഷൻ, തേർഡ് ലോ, മൊമെൻറ്റം. ഇപ്പോൾ ഫിസിക്സിൽ നമുക്ക് ബേസിക്കായിട്ടുള്ള എല്ലാ കാര്യങ്ങളും പഠിക്കാനുണ്ട്. പിന്നെ പറയുന്നത് നമുക്ക് കെമിസ്ട്രിയാണ്. കെമിസ്ട്രിയിൽ ആറ്റം, മോളിക്യൂൾ, സ്റ്റേറ്റ്സ് ഓഫ് മാറ്റേഴ്സ്. അപ്പം അങ്ങനെ കെമിസ്ട്രിയുടെ ബേസിക്കായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ പഠിക്കണം. അതിൽ ആർട്സ്, സ്പോർട്സ്, നമ്മുടെ ലിറ്ററേച്ചറും കൾച്ചറും അങ്ങനെയുള്ളതിൽ നിന്ന് നമുക്ക് 5 മാർക്ക് വരുന്നുണ്ട്. കെമിസ്ട്രിക്കും ഫിസിക്സിനൊക്കെ 3 മാർക്ക് വെച്ചിട്ടാണ് വരുന്നത്. ഇനി ആർട്സ് ഉണ്ട്. ആർട്സ് 5 മാർക്കിനാണ്. അതിൽ തന്നെ ആർട്സിനകത്ത് നമുക്ക് ഓഡിയോ വിഷ്വൽ ആർട്ട് ഫോംസ് ഓഫ് കേരള, അതുപോലെ ഫേമസ് പ്ലേസസ്, ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ആർട്സുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ. പിന്നെ സ്പോർട്സുമായിട്ട് വരുമ്പോഴും ഫേമസ് സ്പോർട്സ് പേഴ്സണാലിറ്റീസ് ഓഫ് കേരള, ഇന്ത്യ ആൻഡ് വേൾഡ്, ദ സ്പോർട്സ് ഇവൻറ്റ്സ്, അച്ചീവ്മെൻറ്റ്സ് ആൻഡ് അവാർഡ്സ്. നെക്സ്റ്റ് മലയാളമാണ്. മലയാളത്തിൽ നമുക്ക് ഇമ്പോർട്ടൻറ്റ് ലിറ്റററി മൂവ്മെൻറ്റ്സ്, ഐക്കൺസ് ആൻഡ് ദർ ഫസ്റ്റ് വർക്ക്സ്, മെയിൻ വർക്ക്സ് ഓഫ് ലിറ്ററേച്ചർ റിലേറ്റഡ് ടു ഈച്ച് മൊമെൻറ്റ് ആൻഡ് ദെയർ ഓതേഴ്സ്. അതുപോലെ ഓരോരുത്തർ എഴുതിയിരിക്കുന്ന അവരുടെ തൂലികാനാമങ്ങളും നിക്നെയിംസ് എന്തൊക്കെയാണെന്നുള്ളത്, ഫേമസ് വർക്ക്സും അതിൻ്റെ ക്യാരക്ടറുകളുടെ പേരുകളൊക്കെ നമുക്ക് എക്സാമിൽ ചോദിക്കുന്നുണ്ട്. അതുപോലെ ഫേമസ് കോഡ്സ്, അതുപോലെ ബിഗിനിങ് ഓഫ് ജേർണലിസം ഇൻ കേരള, അതുപോലെ ഫേമസ് അവാർഡ്സും ഓണേഴ്സും എന്തൊക്കെയാണെന്നുള്ള, മലയാളം റൈറ്റേഴ്സ് ഹൂ വോൺ ജ്ഞാനപീഠ അവാർഡ് ആൻഡ് ദ റിലേറ്റഡ് ഫാക്ട്സ്. സിനിമ ഒറിജിൻ ആൻഡ് ഡെവലപ്മെൻറ്റ്. അപ്പം മലയാള സിനിമയുടെ ഒറിജിനും അതിൻ്റെ ഡെവലപ്മെൻറ്റ് കാര്യങ്ങൾ എങ്ങനെയാണ് മലയാള സിനിമ രൂപപ്പെട്ട് വന്നതെന്നുള്ളതും ഒക്കെ നമുക്ക് ലിറ്ററേച്ചറിൽ പഠിക്കാനുണ്ട്. അതുപോലെ കൾച്ചർ, കേരള ഇമ്പോർട്ടൻറ്റ് സെലിബ്രേഷൻസും പ്ലേസസ് അസോസിയേറ്റ് വിത്ത് സച്ച് സെലിബ്രേഷൻസും. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെലിബ്രേഷൻ എന്തൊക്കെയാണ്, അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള പ്ലേസസും ഇമ്പോർട്ടൻറ്റ് ഫെസ്റ്റിവൽസും. കേരള കൾച്ചറൽ സെൻറ്റേഴ്സും വർഷിപ്പ് പ്ലേസസും, അതുപോലെ കൾച്ചറൽ ലീഡേഴ്സ്, അത് നമ്മുടെ നവോത്ഥാനമായിരിക്കും കൾച്ചറൽ ലീഡേഴ്സായിട്ട് അവർ ഉദ്ദേശിക്കുന്നത്. പിന്നെ നമുക്ക് ബേസിക് കമ്പ്യൂട്ടർ, ഹാർഡ്വെയർ, സോഫ്റ്റ്വെയർ, അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളെല്ലാം, ബേസിക് കമ്പ്യൂട്ടർ നോളജ് എല്ലാം വേണം. നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് കമ്പ്യൂട്ടർ നെറ്റ്വർക്കുകൾ ഏതൊക്കെയാണെന്ന്. അത് നമുക്ക് ഈ മീഡിയ, സ്വിച്ച്, ഹബ്ബ്, റൂട്ടർ, ബ്രിഡ്ജ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എക്സാമിന് ഇപ്പം ചോദിച്ച് കാണാറുണ്ട് സാധാരണയായിട്ട്. കോമൺ ആയിട്ട് വരുന്നത് റിപ്പീറ്റഡ് വേണം. അപ്പോൾ അതൊന്ന് പഠിക്കുക. അതുപോലെ ഇൻ്റർനെറ്റ് എന്താണ്, അതുപോലെ ഇമെയിൽ, സെർച്ച് എൻജിൻസ്, ഇപ്പം സെർച്ച് എൻജിൻ അല്ലാത്ത ഏത്, അല്ലെങ്കിൽ ഇതിലേത് സെർച്ച് എൻജിൻ, അങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് വരാറുണ്ട്. അതുപോലെ സൈബർ റോങ്സ്, സൈബർ ആക്റ്റും കാര്യങ്ങളൊക്കെ, IT ആക്ട് 2000, അതൊക്കെ നമ്മളിന്ന് പഠിച്ചിരിക്കുന്നതല്ല. അതിനകത്ത് 66 ഒക്കെ നമുക്ക് ചോദിക്കുന്നതാണ്. ഈ ഇമ്പോർട്ടൻറ്റ് ആക്ട്സ് എന്ന് പറഞ്ഞാൽ റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് 2005, ഇൻഫർമേഷൻ എക്സംപ്റ്റഡ്, തേർഡ് പാർട്ടി ഇൻഫർമേഷൻ, നമ്മുടെ റൈറ്റ് ടു, നമ്മുടെ അവകാശ നിയമം ഉണ്ടല്ലോ,
അതൊക്കെയാണ് നമ്മുടെ ഇമ്പോർട്ടൻ്റ് ആക്ട്സിൽ വരുന്നത്. അതുപോലെ റൈറ്റ് ടു പബ്ലിക് സർവീസസ്, ദ കേരള സ്റ്റേറ്റ് റൈറ്റ് ടു സർവീസ് ആക്ട് 2012, അതിൽ പ്രൊട്ടക്ഷൻ ഓഫ് കൺസ്യൂമേഴ്സ് പ്രൊട്ടക്ഷൻ ആക്ട് 2019, റൈറ്റ് ഓഫ് കൺസ്യൂമേഴ്സ്, പ്രൊട്ടക്ഷൻ ഓഫ് സിവിൽ റൈറ്റ്സ് ആക്ട് 1955, SC/ST പ്രിവെൻഷൻ ഓഫ് അട്രോസിറ്റീസ് ആക്ട് 1989, ദ കേരള സ്റ്റേറ്റ് കമ്മീഷൻ ഫോർ ഷെഡ്യൂൾഡ് കാസ്റ്റ് ആൻഡ് ഷെഡ്യൂൾഡ് ട്രൈബ് ആക്ട് 2007, കേരള സ്റ്റേറ്റ് SC/ST കമ്മീഷൻ. അപ്പം അങ്ങനെയുള്ള നമ്മുടെ കുറേ ആക്റ്റുകളുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ നോക്കിയിരിക്കും ഇതിൽ പറയുന്ന ആക്റ്റുകളെല്ലാം. നെക്സ്റ്റ് കറണ്ട് അഫേഴ്സ് ആണ്. കറണ്ട് അഫേഴ്സിൽ നിന്നാണ് നമുക്ക് ഏറ്റവും കൂടുതൽ മാർക്ക് ചോദിക്കുന്നത്, 15 മാർക്കാണ്. പിന്നീട് സിമ്പിൾ അരിത്തമെറ്റിക്, മെൻ്റൽ എബിലിറ്റി ആൻഡ് റീസണിങ്. നമ്മൾ മാത്സ്, മെൻ്റൽ എബിലിറ്റിയും സിമ്പിൾ അരിത്തമെറ്റിക്കുമായിട്ട് ചേർത്ത് 10 മാർക്ക്. അതുപോലെ ജനറൽ ഇംഗ്ലീഷിൽ നിന്ന് 10 മാർക്ക്. റീജിയണൽ ലാംഗ്വേജ് ആയിട്ട് വരുന്നത് നമുക്ക് മലയാളമാണ്. അപ്പം മലയാളം 10 മാർക്ക്. അങ്ങനെ എല്ലാം കൂടി 100 മാർക്കിൻ്റെയാണ് നമ്മുടെ അസിസ്റ്റൻറ്റ് മാനേജർ സിലബസ് വരുന്നത്. ഇനി മാത്സിൽ എന്തൊക്കെയാണ് ചോദിക്കുന്നത് വെച്ചാൽ, സിമ്പിൾ അരിത്തമെറ്റിക്കിൽ നിന്ന് 5 മാർക്കാണ്. അപ്പോൾ അതിൽ നമ്പേഴ്സ്, ബേസിക് ഓപ്പറേഷൻസ്, ഫ്രാക്ഷൻസ് ആൻഡ് ഡെസിമൽ നമ്പേഴ്സ്, പെർസെൻറ്റേജ്, പ്രോഫിറ്റ് ആൻഡ് ലോസ്, സിമ്പിൾ ആൻഡ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്, റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻ, ടൈം ആൻഡ് ഡിസ്റ്റൻസ്, ടൈം ആൻഡ് വർക്ക്, ആവറേജ്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളാണ് സിമ്പിൾ അരിത്തമെറ്റിക്കിൽ വരുന്നത്. ഇനി നെക്സ്റ്റ് നമുക്ക് റീസണിങ്, അതായത് മെൻ്റൽ എബിലിറ്റി റീസണിങ്ങിന് 5 മാർക്കുണ്ട്. അത് സീരീസ് ചോദിക്കാം. പ്രോബ്ലംസ് ആണ് മാത്തമാറ്റിക്കൽ സയൻസ്, വെരിഫൈങ് പൊസിഷൻസ്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് മെൻ്റൽ എബിലിറ്റിയിൽ നമുക്ക് ഡിസ്റ്റൻസും കാര്യങ്ങളും അങ്ങനെയൊക്കെ ചോദിക്കുമല്ലോ. അതൊക്കെയാണ് നമുക്ക് മെൻ്റൽ എബിലിറ്റിയിൽ വരുന്നത്. ഇനി ജനറൽ ഇംഗ്ലീഷിൽ ഏതൊക്കെ ഭാഗങ്ങളാണെന്ന് ചോദിച്ചാൽ, ജനറൽ ഇംഗ്ലീഷിൽ ടൈപ്സ് ഓഫ് സെൻറ്റൻസ് ആൻഡ് ഇൻ്റർചേഞ്ച് സെൻറ്റൻസ്, ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് സ്പീച്ച്, എഗ്രിമെൻറ്റ് ഓഫ് സബ്ജക്റ്റ് ആൻഡ് വെർബ്, ആർട്ടിക്കിൾസ്, ഡെഫിനിറ്റ് ആൻഡ് ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾസ്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇംഗ്ലീഷ് ഗ്രാമറിൽ എന്തൊക്കെയാണ് ചോദിക്കുന്നത് എന്നുള്ളത്. അതാണ് 5 മാർക്കിന് ഇംഗ്ലീഷ് ഗ്രാമറിൽ നിന്ന് വരുന്നത്. പിന്നെ നമുക്ക് വരുന്നതാണ് വൊക്കാബുലറിയിൽ നിന്നും 5 മാർക്ക് വരുന്നുണ്ട്. പിന്നെ റീജിയണൽ ലാംഗ്വേജിൽ നിന്നും 10 മാർക്ക്. ഇതിൽ പദശുദ്ധി, വാക്യശുദ്ധി, അതുപോലെ ഒറ്റപ്പദം, പര്യായം, വിപരീത പദങ്ങൾ, ശൈലികൾ, പഴഞ്ചൊല്ലുകൾ, സമാന പദം, ചേർത്തെഴുതുക, സ്ത്രീലിംഗം, പുല്ലിംഗം, ഇതൊക്കെ തന്നെയാണ് നമുക്ക് സ്ഥിരം ചോദിക്കാറുള്ളത്. ഈ ഭാഗങ്ങളിൽ ഇതൊക്കെ തന്നെയാണ് നമുക്ക് ക്വസ്റ്റ്യൻസ് വരുന്നത്. അപ്പോൾ അതൊക്കെ ഒന്ന് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ വർക്കൗട്ട് ചെയ്താൽ തന്നെ നമുക്ക് ആ മലയാളം ലാംഗ്വേജ് കിട്ടും. വളരെ എളുപ്പമാണ്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ അസിസ്റ്റൻറ്റ് മാനേജർ കേരള ബാങ്കിൻ്റെ സിലബസ് എന്ന് പറയുന്നത്. നമ്മൾ എക്സ്പെക്റ്റ് ചെയ്ത സബ്ജക്റ്റേ അല്ല, നമുക്ക് നോർമൽ PSCയിൽ എന്തൊക്കെയാണ് ഓരോ എക്സാമിന് ചോദിക്കുക അതെല്ലാം ബേസിക് ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഈ എക്സാമിന് വരുന്നത്. പിന്നെ നമുക്ക് ഔട്ട് ഓഫ് സിലബസ് എന്തെങ്കിലും ക്വസ്റ്റ്യനുകൾ മറ്റേ ഇത് കയറി വന്നാൽ ആയെന്ന് പറയാം. അപ്പോൾ ഇതാണ് നമുക്ക് PSC അപ്ഡേറ്റ് ചെയ്ത് തന്നിരിക്കുന്ന സിലബസ്. അപ്പോൾ ഇത് വെച്ചിട്ട് എല്ലാവരും പഠിച്ചു തുടങ്ങും. താങ്ക് യു.